കേരളത്തിലെ മാറുന്ന സ്റ്റാർട്ടപ്പ് പരിസരത്തെക്കുറിച്ച് വേറിട്ട സംവാദവുമായി ഡിവൈഎഫ്ഐ തിരുവനന്തപുരം ടാഗോർ തിയേറ്ററിൽ സംഘടിപ്പിച്ച സ്റ്റാർട്ടപ്പ് ഫെസ്റ്റിവൽ യുവസംരംഭകരുടെ ആശയങ്ങളെ ലോക നിലവാരത്തിലേക്ക് ഉയർത്തുന്ന ആശയ സംവാദങ്ങൾ നടന്നു. പുതിയ സ്റ്റാർട്ടപ്പുകളുടെ വളർച്ചയ്ക്ക് അതിനുതകുന്ന സാമൂഹ്യ പശ്ചാത്തലം കൂടി വേണമെന്ന് മാതൃഭൂമി ഡിജിറ്റൽ ബിസിനസ് ഡയറക്ടർ മയൂര ശ്രേയാംസ് കുമാർ പറഞ്ഞു. പുതിയ ആശയങ്ങളുടെ വൈവിധ്യങ്ങളെ ഒരു കുടക്കീഴിൽ അണിനിരത്തുന്നതാണ് ഡിവൈഎഫ്ഐയുടെ കേരള യൂത്ത് സ്റ്റാർട്ടപ്പ് ഫെസ്റ്റിവൽ. യുവജനങ്ങൾക്ക് സംരംഭക മേഖലയിൽ പ്രോത്സാഹനം നൽകുന്ന വേദിയിൽ സാങ്കേതികവിദ്യയുടെ മാറ്റവും വളർച്ചയും ഭാവിയും വിലയിരുത്തപ്പെട്ടു. AI സമൂഹത്തിന് തുറക്കുന്ന സാധ്യതകളും പ്രശ്നങ്ങളും ചർച്ചയായി. ഈ AI എന്ന് പറഞ്ഞ റീപ്ലേസ്മെന്റ് ഓൾ ഓഫ് ദാറ്റ് ദേ ടോക്ക് അബൌട്ട് ഇറ്റ്. പക്ഷേ ആ AI ആരാ ഉണ്ടാക്കിയത്? ഇറ്റ്സ് നോട്ട് എ ന്യൂ കോൺസെപ്റ്റ്. ഇത് നമ്മൾ വർഷങ്ങളായി ഉപയോഗിക്കുന്ന സംഭവങ്ങളാണ്. ബട്ട് ബൈ ദി എൻഡ് ഓഫ് ദി ഡേ ഈ ഹ്യൂമൻ ബ്രെയിൻ ഹ്യൂമൻ ഫങ്ഷനിങ് ഇല്ലാതെ ടാലൻറ്റ് ഇല്ലാതെ വിച്ച് ഇസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ആസ്പെക്ട് ഓഫ് എ ബിസിനസ് വിതൗട്ട് ദാറ്റ് ഇറ്റ്സ് ഗോയിങ് ടു ബി ഡിഫിക്കൽട്ട് ടു പ്രോഗ്രസ് എനിവെയർ. സംരംഭകർക്കുള്ള ഭാവി ചിന്തയാണ് സ്റ്റാർട്ടപ്പ് മിഷൻ CEO അനൂപ് അംബിക പങ്കിട്ടത്. ഫൗണ്ടേഷണൽ മോഡലുകൾ എന്ന് പറയുന്ന ഒരു AI ലെയർ ഓൾറെഡി ഉണ്ടായി കഴിഞ്ഞു. ഇനിയും വരാൻ പോകുന്നത് ഒരു ഏജന്റിക് AI യൂസർ ഇൻ്റർഫേസുകൾ മൊത്തത്തിൽ പോവുകയും ഒരു വർത്തമാനം പറച്ചിലൂടെ നമുക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു തരാൻ കഴിയുന്ന ട്രാവൽ ഏജൻറ്റുകളോ ഇൻഷുറൻസ് ഏജൻറ്റുകളോ ഫൈനാൻഷ്യൽ അഡ്വൈസേഴ്സോ പോലെയുള്ള ആപ്ലിക്കേഷനുകൾ ഉണ്ടാവും. അപ്പോൾ ആദ്യം ഇത് ചെയ്യുന്നവൻ ആരാണോ അവൻ മാർക്കറ്റ് പിടിക്കും. ജെൻ റോബോട്ടിക്സിന്റെ സ്ഥാപകനും CEOയുമായ വിമൽ ഗോവിന്ദിന്റെ വാക്കുകൾ പ്രചോദനമായി. മണി ഈസ് നോട്ട് വേസ്റ്റിംഗ് ഇൻ സം എന്താ പറയുക ഒരു പ്രോഫിറ്റ് ആക്കി എടുത്ത് അതൊരു അക്കൗണ്ടിൽ കിടക്കുന്നതിന് പകരം ഇറ്റ് ഈസ് കീപ് ഓൺ ഇൻവെസ്റ്റിംഗ് ആൻഡ് ക്രിയേറ്റിംഗ് മോർ വാല്യൂ ഔട്ട് ഓഫ് ഇറ്റ് ബൈ എക്സ്പാൻഡിംഗ് ദ കമ്പനി, ബൈ ക്രിയേറ്റിംഗ് ദ നെറ്റ്വർക്ക്, ബൈ ക്രിയേറ്റിംഗ് ദ ബ്രാൻഡ്. സോ ദ വാല്യൂ ഈസ് ചേഞ്ചിങ്. സോ ആ വാല്യൂ എക്സ്പെക്റ്റിലാണ് ഞങ്ങൾ അതിനെ കാണുന്നത്. മുൻ മാധ്യമപ്രവർത്തകനും XR ഹൊറൈസൺ CEOയുമായ ഡെൻസിൽ ആന്റണി ആയിരുന്നു ചർച്ചയുടെ മോഡറേറ്റർ. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.